ഇന്നലെ കണ്ടൊരു വാർത്ത. അതായത് ഇപ്പോൾ എല്ലാവരും അതിനെ റിയാക്ഷൻ വീഡിയോയും ഒക്കെ ഇട്ട് കളിക്കണം. അതായത് പ്രായമായ അമ്മയെ രണ്ടാം കല്യാണം കഴിപ്പിച്ചു വിട്ട് ബാധ്യത ഒഴിവാക്കിയ മക്കൾ എന്ന് പറഞ്ഞ് മക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറേ ആളുകൾ. സത്യത്തിൽ മക്കൾ അവരെ ബാധ്യത ഒഴിവാക്കിയൊന്നല്ല കേട്ടോ. കാരണം അവരുടെ തന്നെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. അവർ അയൽക്കാരായിരുന്നു. 16-17 വയസ്സുള്ളപ്പോൾ ഈ ജയപ്രകാശ് എന്ന് പറയുന്ന അയാൾ അവർക്ക് പ്രണയലേഖനം എഴുതി പുസ്തകത്തിൽ വെച്ച് കൊടുത്തു. പക്ഷേ അവരത് കണ്ടില്ലായിരുന്നു. പിന്നെ അത് തിരിച്ചു വാങ്ങിച്ചു. പിന്നീട് ആ സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞു പോയി. ഇയാളും പിന്നീട് വേറെ കല്യാണം കഴിച്ച അയാൾ വേറെ രാജ്യത്തേക്ക് പോയി. അങ്ങനെ രണ്ട് വഴിക്കായി നല്ല ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് 10 വർഷം മുമ്പ് അസുഖം വന്ന് മരിച്ചു. പിന്നെ അവർ വേറെ ഒന്നും ചിന്തിക്കാതെ ജീവിച്ചു. മക്കൾ 2 പെൺമക്കൾ, അതിൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞു. നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇയാൾ 5 വർഷം 6 വർഷം മുമ്പ് അയാളുടെ ഭാര്യ മരിച്ചു. അങ്ങനെ അവർ 2 വഴിക്കും ജീവിക്കുമ്പോൾ ഈ സ്ത്രീ ഷോർട്ട് ഫിലിം അഭിനയിച്ചു. ആ ഷോർട്ട് ഫിലിം ഇയാൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരാണെന്ന് ഇവരോട് വിളിച്ച് ചോദിച്ചു. അങ്ങനെ അവർ പരിചയം പുതുക്കി. പിന്നെ സംസാരിച്ചും വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്തും പിന്നെ അവർക്ക് തന്നെ തോന്നി എന്തായാലും രണ്ടാളും ഫ്രീ അല്ലേ, എന്നാൽ കല്യാണം കഴിക്കാം. അങ്ങനെ മക്കളുമായി സംസാരിച്ചു, കല്യാണം കഴിച്ചു. അല്ലാതെ മക്കളല്ല കേട്ടോ പിടിച്ച് കെട്ടിച്ചത്. ആ ഒരു വീഡിയോ ഒക്കെ കണ്ടു നോക്ക്. ഇപ്പോഴത്തെ പുതിയ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീറ്റോ ഡയറ്റിൽ അരി ഭക്ഷണമോ മറ്റ് ധാന്യങ്ങളോ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നുമില്ല. ചിക്കൻ മാത്രമേ ഉള്ളൂ, ഇറച്ചി മാത്രമേ ഉള്ളൂ, മീൻ, പിന്നെ മുട്ട. ഇതൊക്കെ രാവിലെ ഒരു ഓംലെറ്റ് മാത്രം കഴിച്ച് കഴിഞ്ഞാൽ വിശപ്പ് മാറുമോ? ഉച്ചയ്ക്ക് കുറച്ച് ചിക്കൻ അത് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ടോ കുരുമുളക് പൊടി മാത്രം ഇട്ട് മസാലയൊന്നും ഇടാതെ, അത് മാത്രം, വേറെ ഒന്നുമില്ല ഭക്ഷണം. ചപ്പാത്തി ചോറൊന്നുമില്ല. രാവിലെ ദോശ ചപ്പാത്തി അങ്ങനെയുള്ള യാതൊരു പലഹാരങ്ങളും ഇല്ല. സാധാരണ രീതിയിൽ ജീവിച്ച ഒരാൾക്ക് ഒരിക്കലും പുറത്തുവിടാൻ പറ്റുന്ന കാര്യമല്ല അത്. പിന്നെ ഉച്ചയ്ക്ക് ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഇല്ല അത്രേ. നമുക്കൊക്കെ 4 മണിക്ക് ചായ, അതിനെന്തെങ്കിലും സ്നാക്സ്, രാത്രി ഭക്ഷണം, ഇതൊക്കെ ശീലിച്ച് പോകുന്നൊരു മലയാളിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അയാളെ സംബന്ധിച്ച് അയാൾ പുറത്ത് ജീവിച്ച ആളായതുകൊണ്ട് അങ്ങനത്തെ രീതികൾ പിന്തുടർന്ന് പോന്നു. അയാൾക്കത് പ്രശ്നമില്ല. പക്ഷേ അതൊരിക്കലും മറ്റൊരാളെ നിർബന്ധിച്ച് ജയിക്കാൻ പാടില്ല. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. ഹെൽത്തിന് നല്ലതായിരിക്കാം. പക്ഷേ ജീവിതം ഇത്ര ആയില്ലേ, 10-60 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഒന്നും തിന്നാതെ ഇങ്ങനെ വിശപ്പടിക്ക് ജീവിക്കേണ്ട കാര്യം എന്താ? അതാണ് തെറ്റ്. നിർബന്ധിക്കണ്ട. അയാൾ ചെയ്തോട്ടെ പോലെ, ഇവർക്ക് ഇഷ്ടമുള്ളത് ഇവർ കഴിച്ചോട്ടെ. എന്തിനാണ് ഇത് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ അവരെ അങ്ങോട്ട് വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയത്? ഇപ്പം ഇനി നാണക്കേടായില്ലേ, എല്ലാവരും അറിഞ്ഞു, പിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തും. എന്തായിപ്പോൾ വയസ്സാം കാലത്ത് ഒരു നല്ല ജീവിതം കിട്ടാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെയായി.